ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചും അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളാണ് പെൻഷൻ കുടിശ്ശികയ്ക്കായി കാത്തിരിക്കുന്നത്. കേരളത്തിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി ശശികുമാർ അറിയിച്ചതനുസരിച്ച് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യും. ഇതിനായി ഏകദേശം 400 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ക്ഷേമനിധി പെൻഷൻകാർക്ക് 6 മാസത്തെ കുടിശ്ശികയായി 9,600 രൂപ ഉടൻ തന്നെ അക്കൗണ്ടുകളിലെത്തും. പെൻഷൻ കൂടാതെ അംശാദായം റീഫണ്ടും നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ബോർഡിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ 50 കോടി രൂപ സഹായമായും 335 കോടി രൂപ വായ്പയെടുക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. മറ്റ് ക്ഷേമനിധി ബോർഡുകളായ ചുമട്ടുതൊഴിലാളി ബോർഡ്, മോട്ടോർ ട്രാൻസ്പോർട്ട് ബോർഡ് എന്നിവയിൽ നിന്നെല്ലാം വായ്പയെടുത്താണ് ഈ തുക സമാഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അർഹരായ തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തും. അതേസമയം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് 25ഓടെ ആരംഭിക്കുമെന്നാണ് സൂചന. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂട്ടി നടത്താനുള്ള ഉത്തരവുകളും ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 9-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും നടപടിക്രമങ്ങൾ. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് അവസാന വാരം ആരംഭിക്കുന്നതിനാലും ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസം ആദ്യവാരം ആരംഭിക്കുന്നതുകൊണ്ടും തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 4,000 രൂപ ഒരുമിച്ച് ഏകദേശം കൈകളിലെത്തുന്ന രീതിയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.